Hello, welcome back to Learnino. So, Game 2024 റാങ്ക് വന്നപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം എത്ര പേരാണ് ഈ വർഷം എക്സാം എഴുതിയത്, എത്ര പേരാണ് എക്സാമിൽ ക്വാളിഫൈ ചെയ്തത്, എത്ര പേരാണ് റാങ്ക് ലിസ്റ്റിൽ വന്നത് എന്നുള്ളത്. സോ നോക്കുകയാണെങ്കിൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എക്സാം എഴുതിയ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 38,853 പേര് എക്സാം എഴുതി. മെയിൽ കാൻഡിഡേറ്റ്സ് 40,190 പേരാണ് എക്സാം എഴുതിയത്. ഒരു ട്രാൻസ്ജെൻഡറുമാണ് എക്സാം എഴുതിയത്. സോ ടോട്ടൽ 79,044 കാൻഡിഡേറ്റ്സ് ആണ് എക്സാം അപ്പിയർ ചെയ്തത്. ഇതിനകത്ത് എക്സാം ക്വാളിഫൈ ചെയ്തവര് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 27,524 ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈഡ് ആയി. അതായത് 38,853 പേര് പരീക്ഷ എഴുതിയപ്പോൾ അതിൽ 27,524 പേരാണ് ക്വാളിഫൈ ആയത്. മെയിൽ കാൻഡിഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ 40,790 പേര് പരീക്ഷ എഴുതിയപ്പോൾ 30,815 പേരാണ് ക്വാളിഫൈഡ് ആയത്, എക്സാം ക്വാളിഫൈഡ് ആയത്. ഒരു ട്രാൻസ്ജെൻഡറും ക്വാളിഫൈ ആയിട്ടുണ്ട്. സോ 79,044 പേരിൽ 58,340 പേര് എക്സാം ക്വാളിഫൈ ചെയ്തു. എന്നാൽ റാങ്ക് ലിസ്റ്റിൽ വന്നവര് നമുക്ക് നോക്കാം. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് 24,646, മെയിൽ കാൻഡിഡേറ്റ്സ് 27,854. 58,340 പേര് എക്സാം ക്വാളിഫൈഡ് ആയപ്പോൾ 52,500 പേര് മാത്രമാണ് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന് പല കാരണങ്ങളുണ്ട്. നമുക്ക് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ചില സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ട്, അതേപോലെ തന്നെ +2ന്റെ മാർക്ക് എൻറ്റർ ചെയ്യാത്തതുകൊണ്ട്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പലരും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ 52,500 പേരാണ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഓരോ +2 ലെവൽ എക്സാം എഴുതിയവരെ ബേസ് ചെയ്തുകൊണ്ട് എത്ര പേരാണ് ആദ്യത്തെ 5000 റാങ്കിൽ വന്നിട്ടുള്ളത് എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനാലിസിസ് കൂടി നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ, അതായത് കേരള സ്റ്റേറ്റ് ബോർഡില് നമുക്ക് ടോട്ടൽ ആയിട്ട് 36,390 കാൻഡിഡേറ്റ്സ് ആണ് എക്സാം ക്വാളിഫൈഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ അതിനകത്ത് അതായത് റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടുള്ളത്, ഓക്കെ, ഇതിനകത്ത് ആദ്യത്തെ 5000 റാങ്കിൽ വന്നിരിക്കുന്നത് 2034 പേരാണ്. ഫൈൻ. അടുത്ത CBSE നോക്കുകയാണെങ്കിൽ 14,541 കാൻഡിഡേറ്റ്സിൽ ആദ്യത്തെ 5000 റാങ്കിൽ വന്നിട്ടുള്ളത് 2,785 പേരാണ്. അതായത് സ്റ്റേറ്റ് ബോർഡിൽ 36,390 പേരില് റാങ്ക് ലിസ്റ്റിൽ വന്നതിൽ 2034 പേരാണ് ആദ്യത്തെ 5000 റാങ്കിൽ വന്നതെങ്കിൽ CBSE ബോർഡിൽ 14,541 പേരിൽ 2,785 പേരും ആദ്യത്തെ 5000 റാങ്കിൽ വന്നു എന്നുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ISCE ബോർഡിലാണെങ്കിൽ 1079 162 പേരും, മറ്റുള്ള ബോർഡുകളിൽ 490 19 പേരും. സോ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ്. ഇനി ഡിസ്ട്രിക്ട് വൈസ് നോക്കുകയാണെങ്കിൽ ഓരോ ഡിസ്ട്രിക്റ്റിലും റാങ്ക് ലിസ്റ്റിലുള്ള അവരുടെ നമ്പറും അതിൽ ആദ്യത്തെ 1000 റാങ്കിൽ വന്നവർ നോക്കുകയാണെങ്കിൽ അതിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കണക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പേര് എറണാകുളത്ത് നിന്നാണ്. സെക്കൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രമാണ്, അതിനുശേഷം തൃശ്ശൂരാണ് വന്നിരിക്കുന്നത്. 100-ലധികം പേര് ആദ്യത്തെ 1000 റാങ്കിൽ വന്നിട്ടുള്ളതിൽ 3 ജില്ലകൾ, ഒന്ന് എറണാകുളം, ഒന്ന് തൃശ്ശൂർ, ദെൻ തിരുവനന്തപുരം. എറണാകുളം, തിരുവനന്തപുരം, തൃശ്ശൂർ, ആ ഓർഡറിലാണ്. ഇനി ആദ്യത്തെ 100 റാങ്കിൽ, അതായത് ഏറ്റവും ടോപ്പ് റാങ്കിൽ വന്നിട്ടുള്ള കുട്ടികൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 87 പേരും ആൺകുട്ടികളാണ്, 13 പെൺകുട്ടികളാണ് ആദ്യ 100 റാങ്കിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി ഫസ്റ്റ് അപ്പിയറൻസിൽ 75 പേര്, ആദ്യത്തെ 100 റാങ്കിൽ 75 പേരും ഫസ്റ്റ് അപ്പിയറൻസിലാണ്. ദെൻ സെക്കൻഡ് അപ്പിയറൻസിൽ വന്നിട്ടുള്ളതാണ് 25 പേര്. ഓക്കെ, സോ ഫസ്റ്റ് 100 റാങ്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഫസ്റ്റ് അപ്പിയറൻസിൽ തന്നെയാണ് 75 പേരും ആദ്യത്തെ 100 റാങ്കിൽ വന്നിട്ടുള്ളത്. പിന്നത്തെ 25 പേരാണ് സെക്കൻഡ് അപ്പിയറൻസിൽ. അപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ഫസ്റ്റ് ചാൻസിൽ അപ്പിയർ ചെയ്തവർ തന്നെ 75 പേര് ആദ്യത്തെ 100 റാങ്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ടോപ്പ് ഡിസ്ട്രിക്ട്സ് നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്. എറണാകുളം, തിരുവനന്തപുരം,
കോട്ടയം. ഇത് ആദ്യത്തെ 100 റാങ്കിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എറണാകുളം, തിരുവനന്തപുരം, കോട്ടയമാണ് ടോപ്പ് 3 ഡിസ്ട്രിക്ട് വന്നിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുള്ള ഒരു അനാലിസിസിൽ നമുക്ക് പറയാനുള്ള കാര്യം. ഇനി നമ്മൾ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓപ്ഷൻസ് പ്രിപ്പയർ ചെയ്യുക, ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക, അലോട്ട്മെന്റ് കാര്യങ്ങളാണ്. ഇതിനെ കുറിച്ചൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.